ലേബി ഇപ്പോൾ ജിൻഡോയുടെ പോസ്റ്റാണ് ഏറ്റവും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ ഏറ്റവും രൂക്ഷമായത് അല്ലെങ്കിൽ കടുത്ത പ്രതികരണങ്ങളായി വരുന്നത്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആ പ്രതികരണം പോലെയല്ല ഫേസ്ബുക്ക് പോസ്റ്റ്, അതിലും കടുത്തതാണ്. അതിലൊരു വാചകം ഇതാണ്: പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങൾ ആണല്ലോ, പറഞ്ഞതെല്ലാം മറക്കാനുള്ളത് മാത്രമാണെന്ന് സാരം. രാഷ്ട്രീയ അൽഷിമേഴ്സ് ബാധിക്കുന്നവർക്ക് പട്ടേലരുടെ സെന്റിന്റെ മണം വിളമ്പുന്ന തൊമ്മിമാർ കൂടെയുണ്ടെങ്കിൽ ന്യായീകരിച്ച് കാലം പോക്കാം. ഇത്ര കടുത്ത വാക്കുകൾ താരതമ്യേന പാർട്ടിയിൽ ജൂനിയറായ ഒരു നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നിരിക്കുന്ന ആ പാർട്ടിയിലെ ഭിന്നിപ്പ് അതിന്റെ തുടർച്ചയായി ഇതിനെ വായിക്കേണ്ടി വരുമോ ലേബി? സ്മൃതി, തീർച്ചയായും അത് വേണം. ജിൻഡോയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ ഒരു രാഷ്ട്രീയവുമുണ്ട്. കാര്യം ജിൻഡോ ജോൺ മുൻ KSU നേതാവാണ്, എറണാകുളം ജില്ലാ KSUവിന്റെ മുൻ അധ്യക്ഷനാണ്. ആ സമയത്ത് വി ഡി സതീശനുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന അല്ലെങ്കിൽ വി ഡി സതീശന്റെ അനുയായിയായി എറണാകുളം ജില്ലയിൽ നിന്നിരുന്ന ആളാണ് ജിൻഡോ ജോൺ. ഇപ്പോൾ സമീപ സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളോടൊക്കെ കൃത്യമായ വിയോജിപ്പുകളുമായി ജിൻഡോ രംഗത്തുമുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ജിൻഡോ ജോൺ തന്നെയാണ്. ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഓരോ വാക്കും വളരെ സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ്. അതിൽ സ്മൃതി സൂചിപ്പിച്ചതുപോലെ താരതമ്യേന ജൂനിയർ എന്ന് ഈ കാര്യത്തിൽ പറയുമ്പോഴും ഓർക്കേണ്ടതുണ്ട്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസിൽ പറയുന്നത് പോലെ ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ജിൻഡോ ജോൺ ഒരു മുഖമാണ്. അത് മാത്രമല്ല, ജിൻഡോ കൃത്യമായ അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറയുന്ന ആളുമാണ്. ജിൻഡോ പറയുന്നൊരു കാര്യം എല്ലാവരെയും കേൾക്കുക എന്നത് ജനാധിപത്യപരമായ രീതിയാണ്. ഈ ജനാധിപത്യപരമായ രീതിയെന്നും പിന്തുടരുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളപ്പോൾ ആ അഭിപ്രായങ്ങൾ കേൾക്കാൻ സഹിഷ്ണുത കാണിക്കുകയാണ് വേണ്ടത്. അത് മാത്രമല്ല, അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഈ പ്രസ്ഥാനത്തിൽ ഇന്നുമുണ്ട്, ഇപ്പോഴുമുണ്ട്. രാഷ്ട്രീയത്തിൽ ഈ ഗവൺമെന്റ് ലീഡറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഇതിൽ ആശങ്കയുണ്ട്. ഏത് പാർട്ടിയിലുള്ളവർക്കും UDFിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. UDF എപ്പോഴും അങ്ങനെ വാതിൽ തുറന്നിടുന്ന ഒരു പ്രസ്ഥാനവുമാണ്. എങ്കിലും KSUക്കാരെ മർദ്ദിച്ചവർ അഭിഭാഷകരായി എത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആശങ്ക ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കണം എന്നുള്ള കൃത്യമായ ഒരു കാര്യവും ഇന്ന് റിപ്പോർട്ടിനോട് സംസാരിച്ചപ്പോൾ ജിൻഡോ പറയുകയുണ്ടായി. അങ്ങനെ അല്ലാതെ വരുമ്പോൾ അതിൽ ആശങ്കയുണ്ടാവും. ആ ആശങ്കയുടെ അനുരണനമാണ് ഇപ്പോൾ കാണുന്നത് എന്നും ജിൻഡോ പറയുന്നു. രാഷ്ട്രീയ നിലപാട് പരസ്യമായി പറയാനുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് താൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനം തിരഞ്ഞെടുത്തത് എന്നും ജിൻഡോ പറയുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും അവകാശമുണ്ട്. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് പൂർണ്ണമായും KSUവിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ നിന്നാണ് പേരുകൾ വന്നിട്ടുള്ളത് എന്നാണ് മുഖ്യമന്ത്രി അന്ന് വാർത്താ സമ്മേളനത്തിൽ ആ കടലാസ് കാണിച്ചുകൊണ്ട് പറഞ്ഞത്. ആ ലിസ്റ്റിൽ പറയുന്ന പേരുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിമർശനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേക്കുറിച്ച് ജിൻഡോ എങ്ങനെ പ്രതികരിക്കുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള ജിൻഡോയുടെ പ്രതികരണം തന്നെയാണ് ഈ ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ ഇത്തരത്തിൽ ലോയേഴ്സ് കോൺഗ്രസിന്റെ ലിസ്റ്റിൽ നിന്നാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിന് പിന്നാലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പ് വരുന്നു. ഇതുമായി എല്ലാം ബന്ധപ്പെട്ട് ഉരുത്തിരുന്ന സാഹചര്യത്തിലാണ് ജിൻഡോ ജോൺ ഇന്നലെ വൈകിട്ട് FB പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിനുശേഷം തന്നെയുള്ള പ്രതികരണമാണ് സ്മൃതി FB പോസ്റ്റിലൂടെ വന്നിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും അദ്ദേഹം ഈ നിലപാട് പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഘട്ടത്തിലും അദ്ദേഹത്തിന് ആശങ്കയുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. ശരി, മുഖ്യമന്ത്രി KSUവിനെ വിമർശിച്ച് നടത്തിയ പ്രതികരണത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ രണ്ട് അഭിപ്രായങ്ങൾ. പാർട്ടി വക്താക്കളായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന നേതാക്കൾ തന്നെ പരസ്പരം പോരടിക്കുകയാണ്. പരസ്യമായി തന്നെ അത്തരം പ്രതികരണങ്ങളിലേക്കും നേതാക്കൾ കടക്കുന്നു എന്നുള്ള